വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചോദിക്കുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, യുദ്ധത്തിനിടയിലെ ഒരു ഇടവേളയാണല്ലോ ഇപ്പോൾ. ശരിക്കും ഇത് അമേരിക്കയ്ക്ക് സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കും വരെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? സാർ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളത് ആവനാഴിയിൽ ആയുധം നിറയ്ക്കാൻ അമേരിക്ക കാണുന്ന ഒരു അവസരം, അതായത് ഏറ്റുമുട്ടൽ ഒഴിവാക്കി ഗൾഫ് രാജ്യങ്ങളിലെ തകർക്കപ്പെട്ട സൈനിക കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണം നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ സംഘർഷത്തിലേക്ക് അമേരിക്ക ഒരുപക്ഷെ തിരിച്ചു വരില്ലേ? പല വിദഗ്ധരും ഇത്തരത്തിൽ പറയുന്നുമുണ്ട്. നിലവിലെ വെടിനിർത്തലും സമാധാന ശ്രമങ്ങളും നവംബർ വരെ വലിച്ചു നീട്ടാനാകും ട്രംപിന്റെ ശ്രമം. ഇടക്കാല തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായാലും അതിനുശേഷം അമേരിക്ക യുദ്ധത്തിലേക്ക് വരും. തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മേൽക്കൈ കിട്ടിയാൽ വർദ്ധിത വീര്യത്തോടെ ട്രംപിന് യുദ്ധം ചെയ്യാം എന്നൊക്കെയാണ് ചില യുദ്ധകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതിന് സാധ്യതയുണ്ടോ? ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടാകുമോ? പൂർണ്ണമായ സാധ്യത ഇല്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ യുദ്ധം അവസാനിപ്പിച്ചേ തീരൂ. അത് അമേരിക്കൻ ജനതയ്ക്ക് അതാവശ്യമാണ്. ട്രംപിന് അത് ആവശ്യമല്ലായിരിക്കാം. ട്രംപിന് നോബൽ സമ്മാനമാണ് ആവശ്യം. സംഘർഷം ഉണ്ടാക്കുക, അത് താൻ ഇടപെട്ട് പരിഹരിച്ചു എന്ന് പറയുക, മറ്റാരെങ്കിലും ഉണ്ടാക്കി വെക്കുന്ന സംഘർഷവും താൻ ഇടപെട്ടാലേ പരിഹരിക്കപ്പെടൂ എന്ന് പറയുക, അങ്ങനെ അതിലൊക്കെ സായുജ്യമടയുക. ആത്മനിർവൃതി ഒരു തരം നാർസിസിസമാണ്. നാർസിസിസ്റ്റാണ് ട്രംപ് എന്ന് വേണമെങ്കിൽ പറയാം. ആത്മരതിയിൽ ഇങ്ങനെ ആറാടുകയാണ്. അപ്പോൾ ട്രംപിനെ മാറ്റി നിർത്തി, ട്രംപിൻ്റെ ജൽപ്പനങ്ങൾ മാറ്റി നിർത്തി അമേരിക്ക എന്ന അതിശക്തമായ രാജ്യത്തിൻ്റെ ഒരു റിസോൾവ് നോക്കുക. ദേ ഹാവ് ബെറ്റർ ബിസിനസ് ടു ഡു. ഇതിനിടയിൽ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നു, അല്ലെങ്കിൽ വ്യാപാര യുദ്ധം, അതൊക്കെ മറ്റൊരു കാര്യമാണ്. ഇവിടെ സായുധ യുദ്ധം ഗൾഫ് മേഖലയിൽ ദീർഘകാലം തളച്ചിടപ്പെടാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം. ഇപ്പോൾ നടക്കുന്ന ഒരു ചക്കളത്തി പോരാട്ടം, അതിനെ എങ്ങനെ വിശകലനം ചെയ്യും? ഇതിന് ചക്കളത്തി പോരാട്ടം എന്നേ പറയാനൊക്കെ, ഒരു യുദ്ധമൊന്നും പറയാനൊക്കെ ആ ഒരു വലിപ്പമില്ല. യുദ്ധമാണ്, ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്, വസ്തുവകൾക്ക് നാശമുണ്ടാകുന്നുണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, ജോലി സ്ഥിരത നഷ്ടപ്പെടുന്നു. ഒരുപാട് പേർക്ക്, 1 കോടിയോളം ഭാരതീയർക്ക് ഗൾഫിൽ ആശങ്കയുടെ ദിനങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. എണ്ണയുടെ കയറ്റുമതി, ഇതെല്ലാം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റായി നീങ്ങുകയാണ്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഇൻ അമേരിക്കാസ് ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസ്. ഇപ്പോൾ അവർക്കൊരു ക്ലാരിറ്റി ഇല്ല. അമേരിക്കൻ ജനതയ്ക്ക് ഒരു പക്ഷേ ക്ലാരിറ്റി ഉണ്ട്, ഇത് ആഗ്രഹിക്കുന്നില്ല, അവരത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് കരുതുന്നതുമില്ല. ഒരു ഹോക്കിഷ് നിലപാട്, യുദ്ധം യുദ്ധം എന്ന് മുറവിളി കൂട്ടുന്ന ഒരു ജനത അമേരിക്കയിലില്ല. അത് ഇറാനിലുമില്ല. ഇപ്പം യുദ്ധത്തിൽ പെർപ്പച്വൽ സ്റ്റേറ്റ് ഓഫ് വാറിലായിരിക്കേണ്ടത് ഒരു ദുർബലമായ ഭരണകൂടത്തിൻ്റെ ആവശ്യമാണ്. അവിടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈസ് ലീഡിങ് എ കോയലീഷൻ വിച്ച് ഇസ് വെരി ഫ്രാജൈൽ. തീവ്ര റാഡിക്കൽ സയനിസ്റ്റ് ചിന്താഗതിയുള്ളവരും മധ്യ വിഭാഗങ്ങളും എല്ലാം ചേരുന്ന ഒരു മുന്നണിയാണ്. അപ്പം നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം സംഘർഷം അത്യാവശ്യമാണ്, യുദ്ധ സാഹചര്യം ആവശ്യമാണ്. അമേരിക്കയ്ക്ക് അങ്ങനെയല്ല. ട്രംപ് ഫേംലി സീറ്റഡ് ആണ്. അദ്ദേഹത്തെ ഒന്നും ഇപ്പോഴെങ്കിലും ആ രീതിയിൽ എളുപ്പത്തിൽ ഇംപീച്ച് ചെയ്യാനൊന്നും പറ്റില്ല. അതിനുള്ള വ്യവസ്ഥകളൊന്നും ഉണ്ട്, അങ്ങനെ ചെയ്യാം. പക്ഷേ അതിനുള്ള അടിസ്ഥാന കാരണങ്ങൾ യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ടു എന്ന കാരണത്താൽ മാത്രം ഇംപീച്ച് ചെയ്യാനാവില്ല. അതിനൊക്കെ പ്രത്യേക നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ ട്രംപിന് ചിറകുകൾ അരിയപ്പെടും എന്നൊരു ഫീലിംഗ് ഉണ്ട്. അദ്ദേഹം ബുദ്ധിമാനാണ്, അദ്ദേഹം നല്ല ബിസിനസ്സുകാരനാണ്, സ്ട്രാറ്റജിസ്റ്റാണ്. നല്ല പൊളിറ്റീഷ്യനാണോ എന്നത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും ഒരു നല്ല സ്റ്റേറ്റ്സ്മാൻ അല്ല എന്ന് നിസ്സംശയം പറയുകയും ചെയ്യാം. അദ്ദേഹം പലതുമാണ്, സ്റ്റേറ്റ്സ്മാൻ അല്ല. അതായത് ജവഹർലാൽ നെഹ്റുവിനെ പോലെയോ അടൽ ബിഹാരി വാജ്പേയിയെ പോലെയോ ഒക്കെയുള്ള നല്ല സ്റ്റേറ്റ്സ്മാൻ അല്ല ഡൊണാൾഡ് ട്രംപ്. ഈ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പാടുകയാണ്. അതുകൊണ്ടാണ് ഇതൊരു താൽക്കാലിക, അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് വരികയാണ്, ആ ചോദ്യത്തിൻ്റെ അകക്കാമ്പിലേക്ക് വരികയാണ്. ഇതൊരു കണ്ണിൽ പൊടിയിടുന്ന തന്ത്രമല്ലേ? ഇടക്കാല ശാന്തിയല്ലേ ഇപ്പോൾ നടക്കുന്നത്? അതായത് ആയുധങ്ങൾ തേച്ചുമിനുക്കാൻ, അല്ലെങ്കിൽ തൽക്കാലം ഒരു ബ്രീതിങ് സ്പേസ്, കൂളിംഗ് ഓഫ് ദ ഹീൽസ്, കൂളിംഗ് ഓഫ് ടൈം എന്നൊക്കെ പറയുന്ന രീതിയിൽ രണ്ടു കൂട്ടരും ഒരു ആഞ്ഞ് ശ്വാസമെടുക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയല്ലേ യുദ്ധം. അതിനിടയ്ക്ക് ചില വെടിപൊട്ടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ട് ഏതാനും ആക്രമണം, ഇങ്ങോട്ട് ചിലത്. പക്ഷേ നിരന്തരം ആക്രമണമില്ല. ഇത് അസുഖകരമായ സമാധാനകാലം ഒക്ടോബർ നവംബർ 2026 വരെ നിലനിൽക്കും എന്ന് കരുതുന്ന ആളുകളുണ്ട്. അതാണ് ചോദ്യം. എന്താണ് നവംബറിൻ്റെ പ്രത്യേകത? ഇടക്കാല തിരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്, സെനറ്റിലേക്ക്, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലേക്ക്. അവിടെ ട്രംപിനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു.
ഇപ്പോൾ വേഫർ തിൻ മെജോറിറ്റിയാണ് ട്രംപിന് സെനറ്റിലുള്ളത്. അത് തന്നെ ആ സെനറ്റർമാരെ കൊണ്ടെല്ലാം തന്നെ തനിക്ക് അനുകൂലമാകുന്ന രീതിയിൽ വോട്ട് രേഖപ്പെടുത്താൻ ഇപ്പോൾ കഴിയുന്നില്ല. അതുകൂടി നഷ്ടപ്പെട്ടാൽ, ആ പിന്തുണ കൂടെ നഷ്ടപ്പെടുകയും സെനറ്റിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ള ഭൂരിപക്ഷം, ഇത് പാർലമെന്ററി സിസ്റ്റം അല്ലെന്ന് ഓർക്കണം, അമേരിക്ക ഈസ് എ പ്രസിഡൻഷ്യൽ സിസ്റ്റം. അവിടെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സെനറ്റിലോ ഹൗസിലോ ഭൂരിപക്ഷമുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയല്ല ട്രംപിന്റെ രാഷ്ട്രീയ ഭാവി. പക്ഷേ അദ്ദേഹത്തിന് തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കി മുന്നോട്ട് പോകണമെങ്കിൽ സെനറ്റോറിയൽ കർട്ടസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെനറ്റർമാരുടെ പിന്തുണ ആവശ്യമുണ്ട്. ലെജിസ്ലേഷൻസ് വേണ്ടി വരുമ്പോൾ ഭൂരിപക്ഷം ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ആളുകളുടെ പിന്തുണ ആവശ്യമായി വരും. ഇതില്ലാതെ വന്നാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ വലിയ രീതിയിൽ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടാൽ ഒരുപക്ഷെ ഉള്ള പിന്തുണ കൂടെ പോകും. അതുകൊണ്ടൊരു മെല്ലപ്പോക്ക്. അതിനുശേഷം ആഞ്ഞടിക്കാം, നവംബറിന് ശേഷം ആഞ്ഞടിക്കാം എന്നാണോ വിചാരിക്കുന്നത്? അതോ നവംബറിന് മുൻപ് തന്നെ അമേരിക്കൻ പാർലമെന്റ്, അമേരിക്കൻ കോൺഗ്രസ് വിൽ പ്രിവെയിൽ ഓവർ ട്രംപ്? ഈ സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് അനന്തമായി ഇത് നീളാൻ അമേരിക്കൻ നിയമവ്യവസ്ഥയോ നീതിപീഠമോ അമേരിക്കൻ കോൺഗ്രസോ അമേരിക്കൻ പൊതുജനങ്ങളോ താല്പര്യപ്പെടും എന്ന് ചിന്തിക്കുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോടൊപ്പമുള്ള ഹോക്കിഷ് നിലപാടുള്ള, തീവ്ര നിലപാടുള്ള, അല്ലെങ്കിൽ ഇസ്രായേൽ പക്ഷപാതികളായ, അല്ലെങ്കിൽ ഇറാനെ സായുധമായി തന്നെ പൂർണ്ണമായി തകർക്കാം എന്ന് കരുതുന്ന, വിശ്വസിക്കുന്ന, അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഇതെല്ലാം തന്നെ വസ്തുതകളാണ്. അതുകൊണ്ട് അമേരിക്ക ഈസ് ഓൺ എ പാത്ത് ഓഫ് റിട്രീവൽ അല്ലെങ്കിൽ റിട്രീവിംഗ് ആണ്, അല്ലെങ്കിൽ റിട്രീറ്റ് ആണ്, തിരിച്ച് പോക്കാണ്, തിരിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തലയൂരി ഗൾഫിൽ നിന്നും രക്ഷപ്പെടുക, വിയറ്റ്നാമിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത് പോലെ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് പോലെ അത്രയും ദീർഘമായ ഒരു പോരാട്ടത്തിന് ഗൾഫ് പ്രദേശത്തെ സ്കോപ്പ് ഇല്ല എന്നതുകൊണ്ട് സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തി തലയൂരി പോവുക എന്ന ചിന്ത വ്യാപകമാണ് അമേരിക്കയ്ക്കുള്ളിൽ. എന്നിട്ട് റീഗ്രൂപ്പ് ചെയ്യുക, ഇക്കോണമിയെ ഒന്ന് സ്റ്റേബിളാക്കി എടുക്കുക, കുറച്ചുകൂടെ മെച്ചപ്പെട്ട അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ടാക്കുക, വ്യാപാരത്തിൽ കുറച്ച് മെച്ചമുണ്ടാക്കുക, പ്രൊഡക്ടിവിറ്റി കൂട്ടുക. ഒരുപക്ഷെ ട്രംപിൻ്റെ ഡ്രിൽ ബേബി ഡ്രിൽ എന്ന ഫിലോസഫിയൊക്കെ ഒരുപക്ഷെ ജനം ഏറ്റെടുത്തേക്കാം. എണ്ണ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ, പാരിസ്ഥിതിക ശോഷണം ഉണ്ടായാൽ പോലും ഹൈഡ്രോകാർബൺ ഉത്പാദനം, വിതരണം ഒക്കെ വർദ്ധിപ്പിക്കാൻ അമേരിക്ക ഒരുപക്ഷെ ശ്രമിച്ചേക്കാം. അപ്പം ഗൾഫ് മേഖലയിൽ അശാന്തി ഉണ്ടാകുന്നത് ആ രീതിയിൽ അമേരിക്കയ്ക്ക് നേട്ടമാകും എന്ന് ജനത്തോട് പറയാനും ട്രംപ് ഒരു ശ്രമം നടത്തിയേക്കാം. താൻ ആകെ അവിടെ ചവിട്ടിക്കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. മധ്യപൂർവ്വ പ്രദേശത്ത് പേർഷ്യൻ ഗൾഫ് മേഖലയും റെഡ് സീ മേഖലയും താൻ ആകെ കുളമാക്കി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഒന്നും ഇനി വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. അവിടുത്തെ എണ്ണ ഇനി ഒരു വലിയ വിഷയമല്ല. ഒപ്പക്കിനെ നടുപൊടിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്, ഒപ്പക്കിനെ കണ്ടം തുണ്ടമായി വെട്ടി മാറ്റി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളായി നമ്മുടെ പാടായി, നമ്മളിനി എണ്ണ വെച്ചൊരു കളി കളിക്കും എന്ന് അമേരിക്കൻ ജനതയോട് ട്രംപിന് ഒരുപക്ഷെ പറയാൻ കഴിയും. ഇതങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങാനൊന്നും അമേരിക്കൻ ജനത തയ്യാറാകുമെന്നും ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് സങ്കീർണമാണ്. ട്രംപിന് മുന്നോട്ടുള്ള പോക്ക് വളരെ വളരെ സ്ട്രെയിനിയസ് ആണ്. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് തുടരും. പക്ഷേ എന്നും യുദ്ധം ചെയ്യുന്ന ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ നിന്നും ഒരു പക്ഷേ താഴെ വരേണ്ടി വരും. അത് വന്നില്ല എങ്കിൽ സർവനാശമായിരിക്കും. കൂടുതൽ സങ്കീർണമായി സാഹചര്യം പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള അസുഖകരമായ ഒരു പീസ്, അല്ലെങ്കിൽ വെടിനിർത്തലിൻ്റെ കാലത്തും 60 ദിന സമാധാന പ്രക്രിയയുടെ കാലത്തും പൊട്ടിക്കൊണ്ടിരിക്കുന്ന ബോംബുകൾ, മിസൈലുകൾ, ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് പൂർണ്ണമായി അങ്ങോട്ട് ആയുധം താഴെ വെക്കാൻ ട്രംപ് തയ്യാറായിട്ടില്ല. ഇത് അവസാനം ഒന്നുകൂടി പൊട്ടിച്ചൊരു കുട്ടിക്കലാശം നടത്തി ഇറാനെ വരുതിയിലാക്കി എന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് തനിക്ക് നേട്ടങ്ങൾ സാധിക്കും. ഒരു അവസാന ശ്രമം കൂടി ട്രംപ് ഒരുപക്ഷെ നടത്തിയിരിക്കാം. അതിന് പൂർണ്ണ പിന്തുണ ഇസ്രായേലിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. തൽക്കാലം ഇസ്രായേൽ പിന്തുണ വാങ്ങുന്നത് ആത്മഹത്യാപരമാണ്. ഇപ്പോൾ യുദ്ധം തുടരുന്നത് ആത്മഹത്യാപരമാണ്. അമേരിക്കൻ പൊതുജനാഭിപ്രായം അതിനനുകൂലമല്ല. പക്ഷേ നാളുകളിൽ എന്തെങ്കിലും ഒരു അവസരം ലഭിച്ചാൽ, ടൈം ഈസ് എ ഫാക്ടർ. ഇറ്റ്സ് എ വെയിറ്റിംഗ് ഗെയിമാണ്. ഇറ്റ്സ് എ കാറ്റ് ആൻഡ് മൗസ് ഗെയിം. ഇത് വെയിറ്റിംഗ് ഗെയിമാണ്. അതിനു വേണ്ടി ഒരു ശ്രമം കൂടി ട്രംപ് നടത്തും എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ സമാധാന പ്രക്രിയ ആത്യന്തികമായ സമാധാനത്തിന് വഴി തുറക്കട്ടെ എന്ന് ആഗ്രഹിക്കുക മാത്രം ചെയ്യാം. പക്ഷേ ട്രംപ് ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല ആ പ്രക്രിയ മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നുകൂടി അറിയുക.